ഗൾഫിൽ നിന്ന് ഹൈദറുവിൻ്റെ കത്ത് വന്നപ്പോൾ ലീക്ക് ബീരാനാണ് കത്ത് വായിക്കുന്നത്. വെല്ലിപ്പാക്ക് 25,000 ചെക്ക്, വെല്ലിമാക്ക് 10,000 ഉറുപ്യ, അതുപോലെ അമ്മമാർക്ക് 10,000 ഉറുപ്യ, പിന്നെ അമ്മായിക്ക് 1000 ഉറുപ്യ, കുട്ടിക്ക് 500 ഉറുപ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കത്തങ്ങനെ ലീക്ക് ബീരാൻ വായിക്കുകയാണ്. അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: കത്തിൽ ഇങ്ങനെയൊക്കെ എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കിവിടെ പണി പോലും ആയിട്ടില്ല എന്നതുപോലെയാണ് ധനമന്ത്രി ബാലഗോപാലിൻ്റെ ബജറ്റ് അവതരണം. വലിയ വാഗ്ദാനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇറങ്ങാൻ പോവാണ്. ഇനി 10 വർഷം ഭരിച്ചിട്ട് ഇറങ്ങാൻ പോകുന്ന സമയത്താണ് വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ വാരിക്കോരി കൊടുക്കുന്നത്. പക്ഷേ യഥാർത്ഥം എന്താണ്? ഇവിടെ പട്ടിണിയും ദാരിദ്ര്യത്തിലേക്ക് പോവാണ് കേരളം. അത്രമാത്രം കടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിഷയം അതൊന്നല്ല. ഈ ബാലഗോപാൽ വെറുതെ നിയമസഭയിൽ ഈ ബജറ്റ് ഏതായാലും അവതരിപ്പിക്കട്ടെ, സ്വപ്നവും ആഗ്രഹമൊക്കെ അല്ലേ, അത് അവതരിപ്പിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ കൂടെ KM ഷാജിനെ വല്ലാതൊന്നും അങ്ങോട്ട് തോണ്ടി. ആ തോണ്ടിയത് എന്താണെന്ന് വെച്ചാൽ മതമല്ല പ്രശ്നം എന്നുള്ള ആ ഒരു പ്രസംഗം ഉണ്ടല്ലോ, അതാണ്. ആദ്യം ബാലഗോപാൽ പറഞ്ഞൊന്ന് കേൾക്കാം, എന്നിട്ട് ഷാജി പറയുന്നതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ജാതിയുടെയും മതത്തിന്റെയും സങ്കുചിത ചിന്തകളുടെയും പക്ഷത്തല്ല, മനുഷ്യന്റെ പക്ഷത്താണ് സർ ഞങ്ങൾ. വർഗീയ ശക്തികൾ ഉയർത്തിയ ആക്രമണങ്ങളെയും പ്രചരിപ്പിച്ച അസത്യങ്ങളെയും നേരിട്ട് മുന്നേറി വന്നവരാണ് ഞങ്ങൾ. മതമാണ് പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ. ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ധനമന്ത്രി ബാലഗോപാൽ ഏതായാലും KM ഷാജിനൊന്ന് ചൊറിഞ്ഞു. അതിനുള്ളത് KM ഷാജി നന്നായിട്ടൊന്ന് മാന്തി കൊടുക്കുന്നുണ്ട്. അതും നമുക്കൊന്ന് കേട്ടു നോക്കാം. മതമല്ല പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. ധനകാര്യമന്ത്രി പാട്ടുപാടിയ പോരാ, എരിയുന്ന പൊരിയുന്ന വയറിന് എന്താ പദ്ധതി ഉള്ളത്? കേരളത്തിന്റെ ഖജനാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്ന പദ്ധതി അല്ല. ബാലഗോപാലൻ എന്ന് പറയുന്ന മനുഷ്യന് എരിയുന്ന പൊരിയുന്ന വയറിനോടുള്ള പദ്ധതി എന്താണ്? വിശ്വാസികൾക്കുണ്ട് സക്കാത്തുണ്ട്, സദഖയുണ്ട്. അയൽക്കാരൻ വിശക്കുമ്പോ ഭക്ഷണം കഴിച്ചാൽ എന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസിക്ക് റെമഡി ഉണ്ട്, വെറുതെ വർത്തമാനം പറയല്ല. മതമാണ് പ്രശ്നം എന്ന് പറയുന്ന വിശ്വാസിക്ക് റെമഡി ഉണ്ട്. ബാലഗോപാല, ഖജനാവിലെ പണം എടുത്തരല്ല, നീ നിന്റെ പണം കൊടുക്കണം, സക്കാത്തായി സദഖയായി. വിശപ്പിന്റെ ഒരു പ്രശ്നം നിങ്ങൾക്കറിയോ? വിശ്വാസിക്ക് വിശപ്പിന്റെ 2 പ്രശ്നമുണ്ട്. ഒന്നാമത് വിശപ്പ് എന്റെ ആത്മീയ പ്രശ്നമാണ്, വിശപ്പ് എന്റെ ശാരീരിക പ്രശ്നമാണ്. എന്താ നിങ്ങളറിയോ? രണ്ടാമത്തതാണ് വലിയ പ്രശ്നം, ആത്മീയ പ്രശ്നം. വിശന്നാൽ എനിക്ക് തലചുറ്റും, വിശന്നാൽ എന്റെ BP കുറയോ കൂടുകയോ ചെയ്യും, വിശന്നാൽ എന്റെ ഷുഗറിനെ ബാധിക്കും. ശരിയാണ്. പക്ഷെ വിശന്നിട്ട് നീ മരിച്ചു പോയാൽ നരകത്ത് പോകുന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ നിന്റെ അയൽക്കാരൻ വിശന്ന് മരിച്ചു പോയാൽ ആ കാരണം കൊണ്ട് നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിശപ്പിന് ആത്മീയമായ വശമുണ്ട്, വിശപ്പിന് ശാരീരികമായ പ്രശ്നമുണ്ട്. 2 എൻറ്റിറ്റി ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? അന്നദാനം മഹാദാനം ഹൈന്ദവ ദർശനമാണ്, വിശ്വാസമാണ്. അപ്പം മുറിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. മറ്റുള്ളവന്റെ വിശപ്പ് എന്റെ പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്നിടത്ത് KM ഷാജി എന്ന മുസ്ലിം ലീഗ് നേതാവിനെ ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് സഖാക്കള്, അതേപോലെ CPMന്റെ നേതാക്കൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പണിയെടുക്കേണ്ടി വരും. കാരണം വർഗീയതയെയും തീവ്രവാദത്തിനെയും ഇത്രമാത്രം എതിർത്ത ഒരു ലീഗിൻ്റെ നേതാവ് മുസ്ലിം ലീഗിൽ തന്നെ വേറെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഞങ്ങൾ കേട്ടും കണ്ടും അനുഭവിച്ചു അറിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് KM ഷാജിനെ വർഗീയവാദിയാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തീക്കട്ടമേലാണ് കൈകൊണ്ട് വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതായാലും ബാലഗോപാലായാലും ശരി, മുഖ്യമന്ത്രി പിണറായി വിജയനായാലും ശരി, ഇനി AK ബാലനായാലും സജി ചെറിയാനായാലും വർഗീയതയായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ നല്ലപോലെ എന്താണ് വർഗീയത എന്നും എന്താണ് തീവ്രവാദം എന്നും ഇതൊക്കെ നന്നാക്കി പഠിപ്പിച്ചിട്ട് നിങ്ങളിലുള്ള വർഗീയതയെ പുറത്തെടുത്ത് നിങ്ങൾക്ക് മുമ്പ് തന്നെ വെച്ച് തരും ഞങ്ങൾ. അപ്പം അതിനുവേണ്ടി നിങ്ങൾ മെനക്കെടരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.